ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശൻ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി ചെല്ലുമ്പം കിരണിനെയും കല്യാണിനെ അവിടെ വെച്ച് കാണും കേട്ടോ. അപ്പോൾ കളിയാക്കിക്കൊണ്ട് പ്രകാശൻ പറയുന്നുണ്ട്, നീയൊക്കെ ഇന്ന് അമ്പലത്തിൽ വരും എന്ന് എനിക്കറിയായിരുന്നു. നിനക്കൊക്കെ നല്ലപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചാലല്ലേ ഞാൻ തോക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അതെന്തായാലും നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കും കേട്ടോ. അപ്പോഴേക്കും കിരണും കല്യാണിയും പറയുകയാണ്, എന്തായാലും സത്യമേ ജയിക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശൻ ഇങ്ങനെ ചിരിച്ചിട്ട് പറയുകയാണ്, അത് നേരം സത്യമേ ജയിക്കുള്ളൂ, പക്ഷെ ജയിച്ച് ഇന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഈ പൊങ്ങി നിൽക്കുന്ന ഈ മീശ ഉണ്ടല്ലോ, അത് ഞാനങ്ങ് വടിച്ച് കളയും. എന്നിട്ട് കിരണിനെ നോക്കിയിട്ട് പറയുക, നിൻ്റെ ഈ താന്ന് നിൽക്കുന്ന മീശ അങ്ങനെയാണെങ്കിൽ നീയും വടിച്ച് കളയണം, എന്താ നിന്നെ കൊണ്ട് പറ്റുമോ എന്നിങ്ങനെ വെല്ലുവിളിക്കും കേട്ടോ. അപ്പോഴേക്കും കിരണിനും നല്ല ദേഷ്യം വരുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, മീശ മാത്രമല്ല ഞാനൊരു സാരി ഉടുത്തുകൊണ്ട് നടക്കും എങ്കിൽ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും പ്രകാശം വീണ്ടും കിരണിനെ കല്യാണിയും കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ഇവിടെ കെട്ടിയതേ നീ ഒരു പെണ്ണനായി, ഇനിയിപ്പോൾ ആ കോളത്തിലും കൂടെ നീ വന്നെന്നോർത്തെ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ തന്നെ നീ പോന്നിട്ട് ആ കോടതി വളപ്പിലൊരു ബാർബർ ഷോപ്പുണ്ട്, വേണേൽ അവിടെ ഞാനെല്ലാം പറഞ്ഞും വെച്ചേക്കാം എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അങ്ങ് പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്ന രാഹുലിനെയും ശാരീനെയാണ്. രാഹുൽ ഇങ്ങനെ ശാരിയോട് പറയുകയാണ്, നമ്മുടെ മോക്ക് വേണ്ടി കണ്ടുപിടിച്ച ആളാണ് കിരൺ. അവനെപ്പോലെ ഒരു മരുമോനെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതെങ്ങനെയാണ് നമ്മൾ സാധിച്ചേ പറ്റുള്ളൂ ശാരി, നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് സാധിക്കാൻ പറ്റും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ശാരി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും കിരൺ ഒരിക്കലും കല്യാണിനെ വിട്ട് കളയത്തില്ല, അത് നിങ്ങൾ വെറുതെ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് അവളെ അങ്ങ് ഇല്ലാതാക്കണം എന്ന് പറയുക. അപ്പോഴേക്കും ശാരി പറയുന്നുണ്ട്, ഇതൊക്കെ നല്ല ചുണയുള്ള കഴിവുള്ള ആണുങ്ങൾ പറഞ്ഞാൽ നടക്കും. നിങ്ങൾ ശ്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കിരണും ആ സേനനും കൂടെ കൊന്നു തൂക്കുന്നതായിരിക്കും ഞാൻ കാണേണ്ടി വരുന്നത്. എന്തായാലും അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട്, എങ്ങനെയും അവനെ കൊണ്ട് നമ്മുടെ മോളെ കെട്ടിക്കണം എന്നിങ്ങനെ പറയുവാണ്. ഇത് കേട്ടോണ്ട് സരയും മുറിയിലോട്ട് വരുവാണ്. എന്നിട്ട് പറയണം, ഇതല്ലേ രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ്. ഞാൻ അവനെ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ 1000 മടങ്ങ് ദേഷ്യം എനിക്ക് അവനോടുണ്ട്. അവളോടുള്ളതിലും ദേഷ്യം എനിക്ക് അവനോടാവുള്ളത് എന്ന് പറഞ്ഞ് കിരണിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയണം, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുവാന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ എന്തായാലും പോവാം, നിങ്ങളെ കൂടെ കൊണ്ടുപോവാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ശാരി ചോദിക്കുവാണ്, എങ്ങോട്ടാ മോളെ എന്നിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും സരി പറയുന്നുണ്ട്, കാശിക്ക്, അല്ലാതെ എങ്ങോട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ ശാരി പറയുന്നുണ്ട്, അത് നേരാ, കാശിയിലോ രാമേശ്വരത്തോട്ടോ എങ്ങോട്ടേലും പോയാലോ എന്ന് ഞാനും ഓർക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സരി ദേഷ്യപ്പെട്ട് പറയാണ്, എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്, തലയ്ക്ക് രണ്ടിനും ഭ്രാന്തല്ലേ, അച്ഛനെ കൂടെ കൊണ്ടുപോകും, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് സ്വസ്ഥത കിട്ടും, ഇതൊന്നും കാണണ്ടല്ലോ. കൂടുതൽ നിങ്ങളിങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്ത് മനുവേട്ടൻ്റെ കൂടെ പോവും എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, എങ്ങോട്ട് പോവും, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ലേ, ഞങ്ങൾ അമേരിക്കയ്ക്ക് പോവും. അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടിട്ട് രാഹുൽ ഇങ്ങനെ പുച്ഛിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, അച്ഛനെ കൊണ്ട് ഇപ്പോൾ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ ഇങ്ങനെ ശാരിയെ നോക്കിയിട്ട് സരിയെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്, അങ്ങനെ നീ അച്ഛനെ തീരെ താഴ്ത്തിക്കെട്ടുമൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ ഇപ്പോഴും അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സരി പറയുന്നുണ്ട്, എങ്കിൽ ആ ബാങ്ക് ബാലൻസും കൂടി രണ്ടുപേരും ഇവിടെ ജീവിച്ചോ, ഞാൻ എന്തായാലും പോവാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ശാരിയോട് രാഹുൽ പറയുന്നുണ്ട്, അവൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിചാരിച്ച കാര്യം നമ്മൾ നേടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മോക്കൊരു നല്ല ജീവിതം ഉണ്ടാവുകയില്ല എന്നിങ്ങനെ പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ ശാരി പറയുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക, നിങ്ങൾ ചെയ്യുന്ന വല്ലതും നടക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല, മോക്കൊരു നല്ല ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ മോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് ഞാൻ പറയും, അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അത് തന്നെ വലിയ പുണ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതേസമയത്ത് പ്രകാശിൻ്റെ വക്കീൽ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി എന്ന് പറയുന്ന ആൾ വരുവേല എന്ന് കാർത്തിക മോള് വിളിച്ച് പറഞ്ഞായിരുന്നു, അത് ശരിയാണല്ലോ അല്ലേ, അവർ വന്ന് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പണിയും പാളും എന്ന് പറയുക. അപ്പോഴേക്കും പ്രകാശം പറയുകയാണ്, വരുവേല എന്ന് പറഞ്ഞാൽ വരുവേല വക്കീലെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് കിരണും കല്യാണിയും വന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, ഞാൻ തോറ്റു തുന്നമ്പാടി പോകുന്ന കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, അത് നേരാ, കഴിഞ്ഞ തവണ അച്ഛൻ ഇവിടുന്ന് സങ്കടപ്പെട്ടിറങ്ങിയല്ലോ, ഈ തവണ അങ്ങനെ സങ്കടപ്പെട്ടിറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയും കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും വരുമ്പോഴത്തേക്കും വീണ്ടും പ്രകാശം കളിയാക്കിക്കൊണ്ട് ചോദിക്കുവാണ്, നിനക്ക് സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അങ്ങനെ ഇവരുടെ വഴക്ക് കാണുമ്പോഴത്തേക്കും വക്കീൽ പറയണം, ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കണ്ട, നമുക്ക് എന്തായാലും കോടതിയിലോട്ട് പോകാം എന്ന് പറയണം. അപ്പം കിരൺ പറയുന്നുണ്ട്, എനിക്കൊരു പേടിയില്ല വക്കീലെ, എന്തായാലും സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ, ന്യായത്തിൻ്റെ ഭാഗത്തായിരിക്കും കോടതി എന്ന് എനിക്ക് 100% ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിലോട്ട് കയറുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പ്രകാശനെ വിചാരണ ചെയ്യുവാണ്. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, എടോ തനിക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ആളെ അറിയാവോ
എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പ്രകാശൻ പറയുക ഇല്ല എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം ജഡ്ജി ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ താനിങ്ങനെ അല്ലല്ലോ പറഞ്ഞേ, അത് അവരെപ്പോലെ രൂപസാദൃശ്യമുള്ള ആരോ ആണ് സാറേ. ഞാൻ പണ്ട് വിവാഹം കഴിച്ച ലക്ഷ്മി എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അവളുടെ രൂപസാദൃശ്യമുള്ള ആരോ എൻ്റെ രണ്ടാമത്തെ ഭാര്യയും മക്കളും കൂടെ കൊണ്ടുവന്നാണ് എനിക്കെതിരെ പ്രതികാരം വീട്ടാൻ വേണ്ടി. അവർ അല്ലെങ്കിൽ പറയട്ടെ, അവരുടെ മൊഴിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ സത്യം എന്നിങ്ങനെ കോടതിയെ വെല്ലുവിളിക്കുന്ന പോലെ പറയുവാണ്. അപ്പോഴേക്കും ജഡ്ജി ചോദിക്കുന്നുണ്ട് അപ്പോൾ താൻ കഴിഞ്ഞ തവണ പറഞ്ഞതോ? അത് മാറിപ്പോയതാ സാറേ. എൻ്റെ പ്രായം ഇത്രയൊക്കെ ആയല്ലോ, പിന്നെ 2 അറ്റാക്ക് വന്ന ആളാണല്ലോ, അപ്പോൾ തലച്ചോറിൽ അങ്ങനെ ഒന്നും നിൽക്കുന്നില്ല എന്നിങ്ങനെ പറയുക. ഇത് കേൾക്കുമ്പോഴേക്കും ജഡ്ജി കളിയാക്കി ചോദിക്കുവാണ് അതെന്താടോ തൻ്റെ തലച്ചോറ് ഹൃദയത്തിലാണോ ഇരിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും കിരണും കല്യാണി ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രകാശനെ മൊഴിയെല്ലാം എടുത്ത് വിചാരണ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കോടതിയിൽ ജഡ്ജി ചോദിക്കുവാണ് സാക്ഷി പറയുന്ന ലക്ഷ്മി ഇവിടെ വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശൻ ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങ് കയറി വരുവാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും വിക്രവും പ്രകാശനും ആകെ തകർന്നു പോവുകയാണ്. പ്രകാശൻ അന്ന് രാത്രി ലക്ഷ്യമായിട്ട് വന്ന ലക്ഷ്മിയമ്മയുടെ കാര്യമൊക്കെ ഓർത്ത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ. കിരണിനും കല്യാണിക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ മൊഴിയെടുക്കുവാണ് കേട്ടോ ലക്ഷ്മിയമ്മയെ വിചാരണ ചെയ്യുമ്പോഴേക്കും പബ്ലിക് പ്രോസിക്യൂട്ടർ നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. പണ്ട് നടന്ന കാര്യം, പ്രകാശൻ ഉപേക്ഷിച്ചിട്ട് പോയതും പ്രകാശൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്ന പെൺകുഞ്ഞിനെ ഓടെ കളഞ്ഞ കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. എല്ലാം മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജഡ്ജിയോട് പറയുകയാണ് ഇനി ഇതിന് മേളിലൊരു മൊഴി തരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. പ്രകാശൻ്റെ തനി സ്വഭാവം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അയാൾ കൊടുത്ത മൊഴിയിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. കള്ളമാണ് അയാൾ ഈ കോടതി മുഴുവൻ പറഞ്ഞ്. ഏറ്റവും വലിയ ശിക്ഷ തന്നെ പ്രകാശന് കൊടുക്കണമെന്ന് മാത്രമല്ല, പ്രകാശന് കിട്ടുന്ന ശിക്ഷ മറ്റുള്ള ആണുങ്ങൾക്കൊരു താക്കീതായിരിക്കണം. അതുപോലെ ഒരു ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ അപേക്ഷ. ഇയാൾ ഉപേക്ഷിച്ച് പോയെങ്കിലും ഞാൻ എൻ്റെ മോളെ പൊന്നു പോലെയാണ് നോക്കിയത്. അവൾക്കിന്ന് ഒരുപാട് കമ്പനികളൊക്കെ ഉള്ള ഒരു ഇതിൻ്റെ MD ആണ്. എന്തായാലും ഞാൻ തിരിച്ച് ഈ നാട്ടിൽ വന്നപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഇയാളെ പറ്റി അറിയാൻ പറ്റിയതും ഇയാളുടെ രണ്ടാമത്തെ ഭാര്യയും മക്കളെയും പോലും എന്നോട് ചെയ്തതിലും അപ്പുറം ക്രൂരതകൾ കാണിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്നും എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ലക്ഷ്മിയമ്മ പറയുവാണ്. ഇതൊക്കെ ജഡ്ജി ശരിക്കും നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പ്രകാശനാകെ ടെൻഷനാവുകയാണ്. പ്രകാശന് ഏകദേശം പണി പാളിയെന്ന് മനസ്സിലായി. ആകെ ടെൻഷൻ അടിച്ച് വെപ്രാളം പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. കിരണിനും കല്യാണിക്കും ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. പ്രകാശന് തക്കതായ ശിക്ഷ കിട്ടുമല്ലോ എന്നോർക്കുമ്പോഴത്തേക്കും പബ്ലിക് പ്രോസിക്യൂട്ടർ അത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പോയി സീറ്റിലൊക്കെ ഇരിക്കുവാണ്. ജഡ്ജി മൊഴിയെല്ലാം രേഖപ്പെടുത്തുവാണ് കേട്ടോ. അതേസമയത്ത് വിക്രത്തിനെ കാണിക്കുന്നുണ്ട്. വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് ഇനി അച്ഛനെ ജയിലിൽ പോയി കാണേണ്ടി വരുമോ, എല്ലാ പണിയും പാളിയല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്